കഴിഞ്ഞ ദിവസം ലെബനീസ് ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുള്ളയുടെ നേതാവായിരുന്ന ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ ഒരു വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായിട്ടുള്ള വാർത്ത നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഹസൻ നസ്രുള്ളയെക്കുറിച്ചും ഹസൻ നസ്രുള്ളയുടെ മരണം ഈ ലെബനാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനകത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടലുകളിലും അതുപോലെ തന്നെ മൊത്തത്തിൽ ഈ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ വെൽക്കം ടു ദി വീക്ക്ലി കോളം. ഹസൻ നസ്രുള്ളയെക്കുറിച്ചും ഹസൻ നസ്രുള്ളയുടെ മരണം ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റുകളെക്കുറിച്ചും മനസ്സിലാക്കണമെങ്കിൽ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ചും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഹസൻ നസ്രുള്ള എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1982 ഇസ്രായേൽ ലെബനാനെ ആക്രമിക്കുകയും ലെബനാൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഈ ഇസ്രായേലി ഇൻവേഷനെതിരായിട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ലെബനാനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഈ ലെബനാനിലുണ്ടായിരുന്ന ഷിയ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ചില ക്ലിറിക്കുകൾ, യുവാക്കളായിരുന്ന ചില മതപണ്ഡിതന്മാർ ചേർന്ന് ആരംഭിച്ച ഒരു സംഘടനയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കാൻ തന്നെ കാരണമാകുന്നത് ആ കാലഘട്ടത്തിൽ ഇറാൻ നൽകിയിട്ടുണ്ടായിരുന്ന സഹായങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹിസ്ബുള്ളയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഹസൻ നസ്രുള്ള എന്ന് പറയുന്നത്. ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിന് മുമ്പ് ഈ ലെബനാനിൽ ഈ ഷിയ കമ്മ്യൂണിറ്റിയുമായിട്ടും അതുപോലെ തന്നെ ലെബനാനിലെ ക്രിസ്ത്യൻ മാരണൈറ്റ് കമ്മ്യൂണിറ്റിയുമായിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, അമൽ മൂവ്മെൻ്റ് എന്ന് പറയും. ഈ അമൽ മൂവ്മെൻറ്റിന് ആദ്യ കാലഘട്ടത്തിൽ 1990 വരെ ഒരു സായുധ വിഭാഗം ഉണ്ടായിരുന്നു. അതായത് ഇസ്രായേലിൻ്റെ ലെബനാൻ അധിനിവേശത്തിനെതിരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു ഗ്രൂപ്പാണ് ഈ അമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ അമൽ ഗ്രൂപ്പിൽ ആദ്യം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരിൽ ഒരാളാണ് ഹസൻ നസ്രുള്ള. പിന്നീട് ഈ അമൽ ഗ്രൂപ്പിൽ നിന്ന് ഹസൻ നസ്രുള്ള ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ അല്ലെങ്കിൽ യുവാക്കളായിരുന്ന ചില റിലീജിയസ് ക്ലെറിക്കുകൾ ചേർന്നിട്ടാണ് മാറിയിട്ട് വേറൊരു സംഘടനയായിട്ട് ഹിസ്ബുള്ളക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് 1992 അന്നത്തെ ഹിസ്ബുള്ളയുടെ നേതാവും അതുപോലെ തന്നെ ഈ ഹസൻ നസ്രുള്ളയുടെ കൂടെ ഹിസ്ബുള്ളയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്ന അബ്ബാസ് മൂസവി എന്ന് പറയുന്ന അന്നത്തെ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഇസ്രായേലിൻ്റെ ഒരു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഹസൻ നസ്രുള്ള ഹിസ്ബുള്ളയുടെ നേതാവായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1992 തൊട്ട് ഇപ്പോൾ ഈ 2024 വരെയുള്ള 32 വർഷമായിട്ട് ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയുടെ നേതാവായിട്ടിരിക്കുന്ന ആളാണ് ഹസൻ നസ്രുള്ള എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന 82 രൂപീകൃതമാകുന്നത്. അപ്പോൾ ഹിസ്ബുള്ളയുടെ 42 വർഷത്തെ ചരിത്രത്തിൻ്റെ ഇടയ്ക്ക് 10 വർഷം ഒഴികെ 32 വർഷവും ഹിസ്ബുള്ളയെ നയിച്ചിട്ടുള്ളത് ഈ ഹസൻ നസ്രുള്ളയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹിസ്ബുള്ളയൊക്കെ ഭാഗമായിട്ടുള്ള ഇറാന് നേതൃത്വം നൽകുന്ന ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് അവർ വിളിക്കുന്ന ഇറാനും ഇറാനെ അനുകൂലിക്കുന്ന ചില ഗവൺമെൻറ്റുകളും ചില സംഘടനകളും ചേരുന്ന ഒരു സംഘമുണ്ട് അല്ലെങ്കിൽ ഒരു അലയൻസ് ഉണ്ട്. ഈ പറയുന്ന ഇറാന്, അതുപോലെ തന്നെ സിറിയയിലെ ബാഷർ അൽ അസാദിൻ്റെ ഗവൺമെൻറ്, അതുപോലെ തന്നെ യമനിലുള്ള ഹൂത്തികൾ, ലെബനാനിലെ ഹിസ്ബുള്ള, ഇറാഖിലുള്ള പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സസ് അല്ലെങ്കിൽ ഹഷ്തഷാബി എന്ന് അവർ വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സംഘടനകൾ, അതുപോലെ തന്നെ ഗാസയിലുള്ള ഹമാസ് ഒക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഈ ഒരു ആക്സസ് ഓഫ് റെസിസ്റ്റൻസിനകത്ത് ഇറാൻ്റെ സുപ്രീം ലീഡറായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖൊമൈനി കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ലീഡർ, അതായത് ആയത്തുള്ള ഖൊമൈനിക്ക് ശേഷം ഏറ്റവും അധികം സീനിയോറിറ്റി ഉള്ള ലീഡർ എന്ന് പറയുന്നത് ഈ ഹസൻ നസ്രുള്ളയാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്സസ് ഓഫ് ഈ ഹിസ്ബുള്ളക്കകത്ത് മാത്രമല്ല ഇറാൻ്റെ ഈ ഒരു അലയൻസിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ആക്സസ് ഓഫ് റെസിസ്റ്റൻസിനകത്ത് ഈ ആയത്തുള്ള ഖൊമൈനി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഈ ഹസൻ നസ്രുള്ള എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഹസൻ നസ്രുള്ള ഇത്തരത്തിലൊരു ഇസ്രായേലി ആക്രമണത്തിലൂടെ കൊല്ലപ്പെടുന്ന സമയത്ത് ഹിസ്ബുള്ളയുടെ ഒരു നേതാവ് കൊല്ലപ്പെടുന്നു എന്നതിനേക്കാട്ടിലും വലിയൊരു മാനം ഇതിനുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് 1992 ഈ ഹസൻ നസ്രുള്ള ഹിസ്ബുള്ളയുടെ നേതാവായിട്ട് മാറുന്ന സമയത്ത് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇൻസർജൻറ്റ് ഗ്രൂപ്പാണ്. ഇപ്പോൾ നമ്മൾ ഗാസയിലുള്ള ഹമാസിനെയൊക്കെ കാണുന്നത് പോലെ ടണലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇസ്രായേലിനെതിരായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആംഡ് ഗ്രൂപ്പ് മാത്രമാണ്.
പക്ഷേ ഈ 92 തൊട്ട് 2024 വരെയുള്ള 32 വർഷത്തിനകത്ത് ഈ ഹസൻ നസ്രുള്ള ഈ ഹിസ്ബുള്ളയുടെ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയുടെ ശക്തി വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് കാരണമാണ് 2000 ഈ ഹിസ്ബുള്ള സ്ഥാപിക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത് നേരത്തെ സൂചിപ്പിച്ച 82 ഇസ്രായേൽ ലെബനാനെതിരായിട്ട് നടത്തിയിട്ടുള്ള അധിനിവേശമാണ്. സോ 2000 ഇസ്രായേലിന് ലെബനാനിൽ നിന്ന് പരിപൂർണമായിട്ടും പിന്മാറേണ്ടി വരുന്നുണ്ട്. സോ അപ്പോൾ അതോടുകൂടിയിട്ട് ഈ ഹസൻ നസ്രുള്ളക്ക് ലെബനാനിലും അതുപോലെ തന്നെ അറബ് വേൾഡിലും ഉണ്ടായിരുന്ന ജനപ്രീതി വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അറബ് വേൾഡിലുള്ള ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ്, അല്ലെങ്കിൽ പണ്ട് 1950കളിൽ ഈജിപ്തിൻ്റെ നാഷണലിസ്റ്റ് നേതാവായിരുന്ന ഗമാൽ അബ്ദുൽ നാസറിന് ശേഷം അറബ് വേൾഡിൽ ഏറ്റവും അധികം ജനപ്രീതിയുള്ള നേതാവാണ് ഹസൻ നസ്രുള്ള എന്നുള്ള രീതിയിലൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ ആ കാലഘട്ടത്തിൽ ഹസൻ നസ്രുള്ളനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിന് അവരുടെ സൈന്യത്തെ ഒരു പീസ് ട്രീറ്റ് സൈൻ ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു സമാധാന ഉടമ്പടി ഒന്നും സൈൻ ചെയ്യാതെ യൂണിലാറ്ററലായിട്ട് അല്ലെങ്കിൽ സ്വമേധയാ പിൻവലിക്കേണ്ടി വരുന്നത്, ഒരു സൈനിക പിന്മാറ്റം പരാജയപ്പെട്ട് നടത്തേണ്ടി വരുന്നത് അന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതിന് കാരണമാവുന്നത് ഈ ഹസൻ നസ്രുള്ള നേതൃത്വം നൽകിയിരുന്ന ഹിസ്ബുള്ളയാണ്. പിന്നീട് അതുപോലെ തന്നെ 2006 ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും മറ്റൊരു യുദ്ധം നടത്തുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന ആ യുദ്ധത്തിലും ഈ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാൻ പറ്റാതെ ഇസ്രായേലിന് അവരുടെ സൈന്യത്തെ ലെബനാനിൽ നിന്ന് പിൻവലിപ്പിക്കേണ്ടി വരുന്നുണ്ട്. സോ അതും ഈ ഹിസ്ബുള്ളയുടെയും ഹസൻ നസ്രുള്ളയുടെയൊക്കെ ജനപ്രീതി വലിയ രീതിയിൽ വർദ്ധിക്കാൻ കാരണമാവുന്നുണ്ട്. സോ അപ്പോൾ ഇത്തരത്തിൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന 92 ഹസൻ നസ്രുള്ള സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ആംഡ് ഗ്രൂപ്പ് എന്നുള്ളിടത്തു നിന്ന് ഇസ്രായേൽ പോലെ വളരെ ശക്തരായിട്ടുള്ള, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള ഒരു രാജ്യത്തിനെ ഇത്തരത്തിൽ സൈനികപരമായിട്ട് പരാജയപ്പെടുത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സംഘടനയായിട്ട് ഹിസ്ബുള്ളയെ മാറ്റിയിട്ടുള്ളത് ഈ ഹസൻ നസ്രുള്ളയാണ്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ 32 വർഷത്തിനകത്ത് ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഉള്ളതിനേക്കാട്ടിലും കൂടുതൽ സൈനിക ശക്തി അല്ലെങ്കിൽ ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ലെബനാനിൽ മാറിയിട്ടുണ്ട്. പല കാലങ്ങളിലും ലെബനീസ് പാർലമെൻറ്റിനകത്ത് വലിയ രീതിയിൽ അംഗസംഖ്യ ഉണ്ടായിരുന്ന, പലപ്പോഴും ലെബനാൻ്റെ പാർലമെൻ്ററി സ്പീക്കർ വരെയുള്ള സ്ഥാനങ്ങളിലെത്തുകയും ലെബനാനിലെ മന്ത്രിസഭകളിലെ അംഗങ്ങളായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന ഹിസ്ബുള്ള മെമ്പേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. സോ അപ്പോൾ ഒരേ സമയം ഒരു സൈനിക വിഭാഗം അതിൻ്റെ കൂടെ ഒരു ലെബനീസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും, അതുപോലെ തന്നെ ലെബനാനിലെ വലിയ രീതിയിൽ എസ്പെഷ്യലി അവിടുത്തെ ഷിയ കമ്മ്യൂണിറ്റിക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യേണ്ട പല സിവിൽ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ പല സ്റ്റേറ്റ് സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഘടനയായിട്ടൊക്കെ ഹിസ്ബുള്ള ലെബനീസ് സൊസൈറ്റിയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഈ മിഡിൽ ഈസ്റ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന എക്സ്പേർട്സ് പറയാറുണ്ട്, ലെബനീസ് സ്റ്റേറ്റിനെക്കാട്ടിലും പവർഫുള്ളാണ്, അതായത് ലെബനാനിലെ ഗവൺമെൻറ്റിനെക്കാട്ടിലും പവർഫുള്ളാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയെ ഒരു ഇൻസർജൻറ്റ് ഗ്രൂപ്പ് എന്നുള്ളിടത്തുനിന്ന് ഒരു പാരലൽ സ്റ്റേറ്റ് ആയിട്ട്, അതായത് ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറായിട്ട് മാറ്റാൻ ഈ ഹസൻ നസ്രുള്ളക്ക് സാധിക്കുന്നുണ്ട്. സോ അപ്പോൾ ആ ഹസൻ നസ്രുള്ള ഒരു ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളത്, ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് ഹിസ്ബുള്ളയുടെ ഒരു നേതാവ് ആദ്യമായിട്ടല്ല കൊല്ലപ്പെടുന്നത്, ഇതിനു മുമ്പ് 92 അബ്ബാസ് മൂസാവി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമെങ്കിലും ഈ അബ്ബാസ് മൂസാവി കൊല്ലപ്പെട്ട സാഹചര്യങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. അബ്ബാസ് മൂസാവിക്ക് സമാനമായിട്ടുള്ളൊരു നേതാവായിരുന്നില്ല ഹസൻ നസ്രുള്ള എന്ന് മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണം ഈ ലെബനാനിലെ രാഷ്ട്രീയത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള ലെബനാൻ യുദ്ധത്തിലും ഈ ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനകത്തും പൊതുവിൽ ഈ മിഡിൽ ഈസ്റ്റേൺ പൊളിറ്റിക്സിനകത്തും ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഹസൻ നസ്രുള്ള എന്ന് പറയുന്ന ആളെ റീപ്ലേസ് ചെയ്യുക, അതായത് ഇദ്ദേഹത്തിൻ്റെ പകരം ഹിസ്ബുള്ളക്ക് പുതിയൊരു നേതാവിനെ കണ്ടെത്തുക എന്നുള്ളത്, ഈ ഹസൻ നസ്രുള്ളക്ക് സമാനമായിട്ടുള്ള കഴിവുള്ള ഒരാളെ കണ്ടെത്തി ഹിസ്ബുള്ളയുടെ നേതൃസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല, അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് അവരെ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ പറയുന്ന ഹസൻ നസ്രുള്ളയെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഒരു മൾട്ടി ഫെസൈറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള സ്കില്ലുള്ള ഒരാളായിരുന്നു ഹസൻ നസ്രുള്ള എന്ന് പറയാറുണ്ട്. അതായത് അദ്ദേഹം അമൽ മൂവ്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു സൈനികനായിട്ടാണ്. സോ അദ്ദേഹം ഒരു മിലിറ്ററി മാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയുടെ സൈനിക വിഭാഗമായിട്ടുള്ള ജിഹാദ് കൗൺസിലിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ രാജ്യങ്ങളുടെ സൈന്യങ്ങൾക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ പല പല വിങ്ങുകളായിട്ട് ഈ ഹിസ്ബുള്ളയുടെ ജിഹാദ് കൗൺസിലിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈവൻ സാധാരണഗതിയിൽ ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്, അതായത് ഒരു രാജ്യത്തിൻ്റെ സൈന്യമല്ലാതെ പ്രവർത്തിക്കുന്ന നോൺ സ്റ്റേറ്റ് മിലിറ്ററി ഓർഗനൈസേഷൻസിലൊന്നും നോർമലി കാണാൻ പറ്റാത്തൊരു സംഭവം ഹിസ്ബുള്ളയിൽ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള
ഒരു എയർഫോഴ്സോ അല്ലെങ്കിൽ ഒരു റോക്കറ്റ് ഫോഴ്സ് ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഒരു യൂണിറ്റ് 910 എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന, യൂണിറ്റ് 910 എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന എക്സ്റ്റേണൽ ഇൻ്റലിജൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റുകളുണ്ട്. ഈ യൂണിറ്റാണ് 2012 ഒരിക്കൽ യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ബൾഗേറിയയിൽ വെച്ചിട്ട് ഇസ്രായേലി ടൂറിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്നൊരു ബസ് ബോംബിട്ട് തകർക്കുന്നത്. അപ്പോൾ അത്രയും സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മിലിറ്ററി മാൻ ആയിരുന്നു ഹസൻ നസ്രുള്ള എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഹസൻ നസ്രുള്ളയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ 2012 ആ സമയത്ത് വിക്കിലീക്സ് സ്ഥാപകനായിരുന്ന ജൂലിയൻ അസാഞ്ചിന് ഈ ഹസൻ നസ്രുള്ള കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതല്ലെങ്കിൽ 1990കളിൽ ഇദ്ദേഹം ഹിസ്ബുള്ളയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അമേരിക്കൻ ഫിലോസഫർ ആയിരുന്ന എഡ്വേർഡ് സെയ്ദിന്, അതുപോലെ തന്നെ പിന്നീട് ബ്രിട്ടീഷ് മാധ്യമപ്രവർത്തകനായിരുന്ന റോബർട്ട് ഫിസ്കിനൊക്കെ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വലിയ രീതിയിൽ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചില പൊളിറ്റീഷ്യൻസിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഹൈലി കരിസ്മാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള വലിയ ഇതിലുള്ള കേപ്പബിലിറ്റി ഉള്ളൊരു നേതാവാണ്. അതുകൂടാതെ ഒരു നല്ല സ്ട്രാറ്റജിസ്റ്റും കൂടിയായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരാളാണ് ഹസൻ നസ്രുള്ള എന്ന് പറയുന്നത്. കാരണം ന്യൂക്ലിയർ ആംഡ് ആയിട്ടുള്ള ഇസ്രായേൽ പോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിനെ 2000-ലും 2006-ലും സൈനികപരമായിട്ട് പരാജയപ്പെടുത്തുന്നു. അതായത് ഇസ്രായേലിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു എന്നല്ല, പക്ഷേ ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാതെ ഇസ്രായേലി സൈന്യത്തിന് പിൻവാങ്ങേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനൊരു ലോങ് ടേം പ്ലാനിങ് ഉള്ള ഒരാളെ കൊണ്ട് മാത്രമേ അത് പറ്റുള്ളൂ. സോ അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ കേപ്പബിലിറ്റി ഉള്ള ഒരു ട്രൂ ലീഡർ ആയിരുന്ന ഒരാളാണ് ഈ ഹസൻ നസ്രുള്ള എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഹസൻ നസ്രുള്ളയുടെ മരണം ഹിസ്ബുള്ളക്ക് കൊടുക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ചെറുതല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഹസൻ നസ്രുള്ളയുടെ മരണം എങ്ങനെയാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയും അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനെയും മിഡിൽ ഈസ്റ്റേൺ രാഷ്ട്രീയത്തിനെയൊക്കെ ബാധിക്കാൻ പോകുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ നേതാവായിട്ടിരിക്കുന്ന ഒരാൾ കൊല്ലപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല. ഇപ്പോൾ 1992 ഹസൻ നസ്രുള്ളയുടെ കൂടെ ഹിസ്ബുള്ളയുടെ സ്ഥാപക നേതാവും ആ കാലഘട്ടത്തിലെ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലുമായിരുന്ന അബ്ബാസ് മൂസവിനെ സമാനമായിട്ടുള്ള രീതിയിൽ, അതായത് അബ്ബാസ് മൂസവി സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറിനെതിരായിട്ടൊരു വ്യോമാക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേൽ വധിക്കുന്നുണ്ട്. സോ അബ്ബാസ് മൂസവി മരിച്ചപ്പോൾ അതിന് പകരം ഹസൻ നസ്രുള്ള, അദ്ദേഹത്തെക്കാട്ടിലും കേപ്പബിൾ ആയിട്ടുള്ള ഹസൻ നസ്രുള്ള എന്ന് പറയുന്ന ഒരാൾ ഹിസ്ബുള്ളയുടെ നേതാവായിട്ട് മാറി. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്ക് വേണമെങ്കിൽ പറയാം ഹിസ്ബുള്ളയുടെ നേതാവ് ഇതിന് മുമ്പും കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പുതിയൊരു നേതാവ് വരും എന്ന് പറയാം. പക്ഷേ ഈ ഹസൻ നസ്രുള്ളയുടെ മരണത്തിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഈ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളും കൂടി നമ്മൾ അനലൈസ് ചെയ്യണം. അതായത് ഈ സെപ്റ്റംബർ മാസം തുടങ്ങിയതിന് ശേഷം എസ്പെഷ്യലി ഈ കഴിഞ്ഞ ഒരു 10-12 ദിവസത്തിനകത്ത് ഹിസ്ബുള്ളക്കെതിരായിട്ട് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ആക്രമണങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, ഇപ്പോൾ ഒരു 1.5 ആഴ്ച മുമ്പാണ് ഹിസ്ബുള്ളയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന വാക്കി ടോക്കികളും അതുപോലെ തന്നെ പേജർ ഡിവൈസസൊക്കെ എക്സ്പ്ലോഡ് ചെയ്ത് കുറേ ആളുകൾ മരണപ്പെടുകയും കുറേ ആളുകൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ പരിക്ക് പറ്റുകയൊക്കെ ചെയ്യുന്നത്. സോ അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ ഇസ്രായേൽ ഈ ഹിസ്ബുള്ളയുടെ ഹൈ വാല്യൂ ടാർഗറ്റ്സിനെതിരായിട്ട്, അതായത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറേ അസാസിനേഷൻ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്, എസ്പെഷ്യലി ഇസ്രായേലി എയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. സോ അപ്പോൾ ഈ ഓപ്പറേഷനിലൂടെ കഴിഞ്ഞൊരു 1.5 ആഴ്ചക്കകത്ത് ഏറ്റവും ചുരുങ്ങിയത് 7 പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളെങ്കിലും, ഇപ്പോൾ ഹസൻ നസ്രുള്ള ഉൾപ്പെടെ 7 പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളെങ്കിലും ഈ ഇസ്രായേലി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ ചരിത്രത്തിൽ മേ ബി ആദ്യമായിട്ടായിരിക്കും ഇത്ര ചുരുങ്ങിയ കാലഘട്ടത്തിനകത്ത് ഇത്രയധികം പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് 7 പേര് ഒരാഴ്ചക്കകത്ത് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇവർ മരിച്ചിട്ടുള്ള ആൾക്കാരൊന്നും ഹിസ്ബുള്ളയുടെ സാധാരണഗതിയിലുള്ള ഓപ്പറേറ്റീവ്സ് അല്ല, ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കഴിഞ്ഞ 30-40 വർഷമായിട്ട് ഹിസ്ബുള്ളയിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയെ ഇന്നത്തെ രീതിയിൽ ഒരു പവർഫുൾ ഓർഗനൈസേഷനാക്കി മാറ്റാൻ വേണ്ടി ഈ ഹസൻ നസ്രുള്ളയെ പോലെ തന്നെ പ്രയത്നിച്ചിട്ടുള്ള അത്രയും സീനിയർ ആയിട്ടുള്ള 7 ആൾക്കാരാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി ആക്ച്വലി കഴിഞ്ഞ ജൂലൈ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഇസ്രായേലിനെതിരായിട്ട് ഹിസ്ബുള്ള നടത്തിയിട്ടുള്ള ഒരു റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിൽ ഒരു 10-12ഓളം കുട്ടികൾ മരിച്ചു എന്നാരോപിച്ചുകൊണ്ട് അതിനെതിരായിട്ട് ഈ ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന, അതായത് ഈ സെക്യൂരിറ്റി റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മിലിറ്ററി അഫയേഴ്സിനകത്ത് ഈ ഹസൻ നസ്രുള്ളയുടെ ഉപദേഷ്ടാവായിരുന്ന ഫൗദ് ഷുക്കൂർ എന്ന് പറയുന്ന ഒരാളെ ഒരു വ്യോമാക്രമണത്തിൽ കൊല്ലുന്നത്. സോ അപ്പോൾ അതിനുശേഷം ഈ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് ലെവൽ മിലിറ്ററി ലീഡർഷിപ്പിലുള്ള ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഹിസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള ഹസൻ നസ്രുള്ളയും കൊല്ലപ്പെടുന്നത് എന്നുള്ളത് ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനക്കകത്ത് ഒരു ലീഡർഷിപ്പ് വോയിഡ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും. രണ്ടാമതായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയധികം ഹിസ്ബുള്ള നേതാക്കൾ
ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിനകത്ത് കൊല്ലപ്പെടുന്ന സമയത്ത് അത് കൊടുക്കുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയുടെ ഓരോ നേതാവും എവിടെയാണെന്നുള്ളത് ഇസ്രായേലിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു നേതാവ് വന്നു കഴിഞ്ഞാലും അയാൾ എത്ര നാൾ ഈ സ്ഥാനത്തിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം അദ്ദേഹവും കൊല്ലപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹസൻ നസ്രുള്ളയുടെ കൊലപാതകം മാത്രമല്ല, അതിൻ്റെ കൂടെ സംഭവിച്ചിട്ടുള്ള ഈ കാര്യങ്ങളും കൂടി ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇത് ഹിസ്ബുള്ളയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ അത്ര ഈസി ആയിട്ട് ഈ തിരിച്ചടികളിൽ നിന്ന് ഹിസ്ബുള്ളക്ക് കരകയറാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞൊരു മാസത്തിനകത്ത് ഇസ്രായേൽ നടത്തിയിട്ടുള്ള സൈനികാക്രമണത്തിലൂടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ടുള്ള ഹിസ്ബുള്ളനെ വലിയ രീതിയിൽ വീക്കൺ ചെയ്യാൻ, അതായത് വലിയ രീതിയിൽ തളർത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ വലിയൊരു വിക്ടറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതേസമയം മനസ്സിലാക്കേണ്ട മറ്റൊരു കേസ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഹിസ്ബുള്ള പോലുള്ള സായുധ വിഭാഗങ്ങളെ അതിലെ നേതാക്കളെ കൊന്നതുകൊണ്ട് മാത്രം ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിയറിയും കൂടി ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ട് വിയറ്റ്നാമിലുണ്ടായിരുന്ന വിയറ്റ്കോങ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ 20 വർഷത്തോളമുള്ള അമേരിക്കൻ ആക്രമണങ്ങൾ അതിജീവിച്ചിട്ടുള്ളൊരു സംഘടനയാണ് താലിബാൻ എന്ന് പറയുന്നത്. ഈ താലിബാൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ 87 തൊട്ട് ഗാസയിൽ പ്രവർത്തിക്കുന്ന ഹമാസ് ആണെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് ആക്രമണങ്ങൾ, അതായത് നേതാക്കന്മാരുടെ കൊലപാതകങ്ങളൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് സാധാരണഗതിയിൽ അവരുടെ നേതാക്കൾ കൊല്ലപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് നേരത്തെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ലീഡർഷിപ്പ് എപ്പോഴും ഹൊറിസോണ്ടലി അറേഞ്ച്ഡ് ആയിരിക്കുന്ന പറയാം. അതായത് ഒരു നേതാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ റീപ്ലേസ് ചെയ്യാൻ ഓൾറെഡി അവിടെ ഒരാളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ളയുടെ നേതാവ് കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ ഇത്രയധികം നേതാക്കൾ കൊല്ലപ്പെടുന്നു എന്നുള്ളത് ഒരു ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ നമ്മളൊരു ടാക്ടിക്കൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്ബുള്ളക്ക് ഒരു തിരിച്ചടിയാണെങ്കിലും ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയ്ക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഇത് തുറന്നു കൊടുക്കുന്നുണ്ടെന്നും പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോമൺ നരേറ്റീവാണ് ഈ ഹിസ്ബുള്ളയുടെ മിലിറ്ററി സ്ട്രെങ്ത് മൊത്തം തന്നെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ മിലിറ്ററി ലീഡർഷിപ്പ് കംപ്ലീറ്റ്ലി ഇസ്രായേൽ വൈപ്പ് ഔട്ട് ചെയ്തു അല്ലെങ്കിൽ മിലിറ്ററി ലീഡർഷിപ്പിനെ പരിപൂർണമായിട്ടും കൊന്നു തീർത്തു എന്നുള്ളത്. പക്ഷേ അതേസമയം ഇപ്പോൾ ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗമായിട്ടുള്ള ജിഹാദ് കൗൺസിലിൻ്റെ ഒരു ലീഡർഷിപ്പ് സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ജിഹാദ് കൗൺസിലിനകത്ത് പ്രധാനമായിട്ടും 7 നേതാക്കളാണ് അല്ലെങ്കിൽ 7 ലീഡേഴ്സാണ് ഈ ജിഹാദ് കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ 3 പേരാണ് ഇപ്പോൾ ഈ പറയുന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 7 പേരിൽ 3 പേര് കൊല്ലപ്പെടുക എന്നുള്ളത് വലിയൊരു ഇമ്പാക്റ്റ് ആണെങ്കിലും അവിടെ 4 പേര് ബാക്കിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ളയുടെ മിലിറ്ററി ലീഡർഷിപ്പ് കംപ്ലീറ്റ്ലി ഇല്ലാതായിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഹിസ്ബുള്ളയുടെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് നേതാക്കൾ, ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടതിനേക്കാട്ടിലൊക്കെ ഒരുപാട് കൂടുതൽ നേതാക്കൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹസൻ നസ്രുള്ള മരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പല പാശ്ചാത്യ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യം ഈ ഹസൻ നസ്രുള്ളയ്ക്ക് ശേഷം ആരാണ് എന്നുള്ള ഒരു വാദം വരും. കാരണം ഇപ്പോൾ ഈ പറയുന്ന സീനിയർ ആയിട്ടുള്ള നേതാക്കൾ മൊത്തം കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ പറയുന്നത് ഈ ഹസൻ നസ്രുള്ളയെ റീപ്ലേസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള 2ൽ കൂടുതൽ ആളുകൾ ഓൾറെഡി അവിടെ ഉണ്ട്. ഒന്ന് ഹസൻ നസ്രുള്ളയെക്കാട്ടിലും സീനിയർ ആയിട്ടുള്ള ഈ ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഒരു നയീം ഖസം എന്ന് പറയുന്ന ഒരു ലീഡർ ഉണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഈ ഹസൻ നസ്രുള്ളയുടെ കസിനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ നേതാവും ഈ ജിഹാദ് കൗൺസിലിലെ മെമ്പേഴ്സിൽ ഒരാളുമായിട്ടുള്ള ഹാഷിം സഫിയുദ്ദീൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ ഈ 2ൽ ആരെങ്കിലും ഒരാളാണ് ഈ ഹസൻ നസ്രുള്ളക്ക് പകരക്കാരനായിട്ട് ഇനി സെക്രട്ടറി ജനറലായിട്ട് മാറാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന നെയ്യം ഖസമിനെക്കാട്ടിലും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഈ ഹാഷിം സഫിയുദ്ദീൻ എന്ന് പറയുന്ന ആൾക്കാണ്. അപ്പോൾ ഈ ഹാഷിം സഫിയുദ്ദീൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇസ്രായേലിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളോ അല്ലെങ്കിൽ ആ സംഘടനകളുടെ നേതാക്കളോ ഇല്ലാതായി കഴിഞ്ഞാൽ അവർക്ക് പകരക്കാരായിട്ട് വരുന്ന പല സംഘടനകളും അല്ലെങ്കിൽ പല നേതാക്കളും ആ മരണപ്പെട്ടിട്ടുള്ള ആളെക്കാട്ടിലും അല്ലെങ്കിൽ ഇല്ലാതായിട്ടുള്ള സംഘടനയെക്കാട്ടിലും കൂടുതൽ അപകടകാരികളായിട്ടുള്ള കൂടുതൽ ആക്രമണോത്സുകത കാണിക്കുന്ന കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള സംഘടനകളോ നേതാക്കളോ ആയിട്ടുള്ളൊരു ചരിത്രമാണ് മിഡിൽ ഈസ്റ്റിനുള്ളത്. അതിനുള്ള കാരണം ഇപ്പോൾ ഈ പറയുന്ന സംഘടനകളൊക്കെ നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന ഹിസ്ബുള്ള ഇല്ലാതായി കഴിഞ്ഞാൽ വേറൊരു സംഘടന വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പാലസ്തീനിയൻ ടെറിട്ടറീസിൽ പണ്ട് കുറച്ചും കൂടി മോഡറേറ്റ് ആയിരുന്ന ഒരു സെക്യുലർ ഔട്ട്ലുക്ക് ഉണ്ടായിരുന്ന പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, യാസർ അറാഫത്ത് നേതൃത്വം നൽകിയിരുന്ന പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഇസ്രായേൽ ഇല്ലാതാക്കിയപ്പോൾ അതിന് പകരക്കാരായിട്ട് അവിടെ വന്നത് ഇതിനെക്കാട്ടിലും കൂടുതൽ എക്സ്ട്രീം ആയിട്ടുള്ള
ഹമാസ് പോലുള്ള സംഘടനകളാണ്. ഇപ്പോൾ ഈ ഹമാസിൻ്റെ ഒരു മോഡറേറ്റ് ലീഡറായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന യഹിയ സിൻവാർ കൊല്ലപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് പകരം ഹമാസിൻ്റെ നേതാവായിട്ട് മാറുന്നത് ഹൈലി മിലിറ്റൻ്റ് സ്വഭാവമുള്ള അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ടുള്ള, ഇപ്പോൾ ഈ ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ ചുക്കാൻ പിടിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന യഹിയ സിൻവാർ എന്ന് പറയുന്ന വളരെ അഗ്രസീവായിട്ടുള്ളൊരു മനുഷ്യനാണ് ഹമാസിൻ്റെ അടുത്ത നേതാവായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കേസിലാണെങ്കിൽ ഈ അബ്ബാസ് മൂസാവി എന്ന് പറയുന്ന ഒരു മോഡറേറ്റ് ലീഡറായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെക്കാട്ടും അഗ്രസീവായിട്ടുള്ള ഹസൻ നസ്രുള്ള വന്നു. ഈ ഹസൻ നസ്രുള്ളക്ക് പകരം വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഈ ഹാഷം സഫിയുദ്ദീൻ എന്ന് പറയുന്നത് ഇപ്പോൾ BBC ഒക്കെ റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത് വളരെ അഗ്രസീവായിട്ടുള്ള ഈ ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ യുദ്ധത്തിലൂടെ മാത്രം പരിഹരിക്കാൻ പറ്റുമെന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ഇസ്രായേൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരിക്കലും ഒരു പരിഹാരമാവില്ല എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ അപ്പോൾ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഓൾ.